നീ ചിലപ്പോ ശിഷ്യന്റെ മുന്നിൽ മാന്യനാണ്, ഉസ്താദിന്റെ മുന്നിൽ മാന്യനാണ്, വയൽ കേൾക്കാൻ വന്ന ജനങ്ങളെ മുന്നിൽ മാന്യനാണ്, വയൽ പറയുന്ന മുസ്ലിയാരെ മുന്നിൽ മാന്യനാണ്, ചെയ്യിപ്പിക്കാൻ വന്ന തങ്ങളെ മുന്നിൽ മാന്യനാണ്, നാട്ടുകാരനവരെ മുന്നിൽ മാന്യനാണ്, ഭാര്യന്റെ മുന്നിൽ മാന്യനാണ്, ഭർത്താവിന്റെ മുന്നിൽ മാന്യത ചമയുന്ന പെണ്ണാണ്, പാപ്പാന്റെ മുന്നിൽ മാന്യത ചമയുന്ന മോനാണ്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. പറയുന്നത് മോനെ, നീ മാന്യത ചമയേണ്ടത് ഏറ്റവും പാപ്പാന്റെ മുന്നിലല്ല, മകന്റെ മുന്നിലല്ല, അപ്പന്റെ മുന്നിലല്ല, ഭർത്താവിന്റെ മുന്നിലല്ല, ഭാര്യന്റെ മുന്നിലല്ല, ഉസ്താദിന്റെ മുന്നിലല്ല, ശിഷ്യന്റെ മുന്നിലല്ല. പിന്നെ നീ ഏറ്റവും വലിയ മാന്യത ചമയേണ്ടത് നീ ലോകസിട്ടാവായ അല്ലാഹ്, ആ റബ്ബിന്റെ മുന്നിലാണ് നീ മാന്യത വേണ്ടത്. എന്താണ് ആ റബ്ബിന്റെ പ്രത്യേകത എന്നറിയോ? നീ ശരിക്കും മനസ്സിലാക്കണേ. പാപ്പാനെ മറച്ചു വെച്ചിട്ട് തൽക്കാലം രക്ഷപ്പെടാൻ കഴിയും. ഭർത്താവ് സ്വന്തം കട്ടിലിൽ സ്വന്തം തലയണയുടെ ചാരത്, ഭർത്താവ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ കിടക്കുമ്പോൾ ഭാര്യനെ വഞ്ചിച്ചിട്ട് നിനക്ക് മൊബൈലിൽ വേറൊരാളോട് ചാറ്റ് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ അവളെ വഞ്ചിച്ചിട്ട് പാസ്വേഡിന്റെ ഉള്ളിൽ നിന്റെ മൊബൈലിന്റെ ഉള്ളിൽ തോന്നിവാസങ്ങളും ഒളിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ റബ്ബിന്റെ കാര്യം അറിയോ? ആ റബ്ബിന്റെ പ്രത്യേകതയാണ് അവനറിയുന്നതിന് പരിധിയില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങള്, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വകാര്യതകൾ അറിയുന്ന റബ്ബാണ് അല്ലാഹ്.